പ്രതിരോധ രംഗത്ത് വൻ ചുവടുവെപ്പാണ് ഇന്ത്യ നടത്തുന്നത്. ലോകരാജ്യങ്ങളെ ഞെട്ടിക്കുന്ന നീക്കങ്ങളാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇപ്പോൾ ഇന്ത്യൻ സൈന്യത്തിന്റെ കരുത്തായി മാറുന്ന ഫ്യൂച്ചർ റെഡി കോമ്പാക്ട് വെഹിക്കിൾ അഥവാ പ്രൊജക്ട് രണജിത് വികസനത്തിന്റെ നിർണായക ഘട്ടത്തിലേക്ക് കടന്നതായ റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. നിലവിൽ സൈന്യത്തിനുള്ള പഴക്കമേറിയ T-72 അജയ ടാങ്കറുകൾക്ക് പകരമായി ഭാവിയിലെ യുദ്ധമുഖങ്ങളിൽ ഇന്ത്യൻ കവചിത സേനയുടെ നട്ടെല്ലായി ഈ ടാങ്കറുകൾ മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി പ്രകാരം വികസിപ്പിക്കുന്ന ഈ ടാങ്കിനായി ലാൻസർ ആൻഡ് ടൂബ്രോ, ടാറ്റ അഡ്വാൻസ് സിസ്റ്റം, മഹീന്ദ്ര ഡിഫൻസ് സിസ്റ്റം എന്നീ പ്രമുഖ കമ്പനികളാണ് രംഗത്തുള്ളത്. പദ്ധതിയുടെ മാതൃക വികസിപ്പിക്കുന്നതിനായി വേണ്ടിവരുന്ന തുകയുടെ 70% വരെ ഫണ്ട് സർക്കാർ നൽകുമെന്നതാണ് ഈ പദ്ധതിയുടെ സവിശേഷത. ബാക്കി തുക നിർമ്മാണത്തിൽ പങ്കാളികളാകുന്ന സ്വകാര്യ കമ്പനികൾ വഹിക്കണം. മുമ്പ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ മാത്രമായിരുന്ന പ്രതിരോധ രംഗത്ത് സ്വകാര്യ കമ്പനിയുടെ സഹകരണത്തോടെ കൂടുതൽ വേഗത്തിൽ പദ്ധതികൾ പൂർത്തിയാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ശ്രമമാണ് പ്രൊജക്ട് രണജിത് പദ്ധതിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇന്ത്യൻ അതിർത്തിയിലെ മലനിരകളിൽ കനത്ത ഭാരമുള്ള ടാങ്കറുകൾ പ്രവർത്തിക്കുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്ത് ഉയർന്ന പ്രദേശങ്ങളിലും മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു മീഡിയം വെയിറ്റ് പ്ലാറ്റ്ഫോമായാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഏകദേശം 55 ടൺ ഭാരമുള്ള ഈ ടാങ്കിൽ 4 സൈനികർക്ക് ഒരേ സമയം പ്രവർത്തിക്കാം. 120 mm അല്ലെങ്കിൽ അതിൽ കൂടുതലോ വലിപ്പമുള്ള പ്രധാന പീരങ്കിയാകും ഇതിലുണ്ടാവുക. മിനിറ്റിൽ 6 മുതൽ 8 തവണ വരെ ആർട്ടിലറി ഷെല്ലുകളെ വിക്ഷേപിക്കാൻ ഇതിന് സാധിക്കും. കൂടാതെ 15 കിലോമീറ്റർ ദൂരപരിധിയിലുള്ള ലക്ഷ്യങ്ങളെ തകർക്കാൻ ഡ്രോണുകളോ ഗൈഡഡ് മിസൈലുകളോ ഉപയോഗിക്കാനുള്ള സംവിധാനവും ഇതിലുണ്ട്. ശത്രുക്കളുടെ മിസൈലുകളെ തകർക്കാൻ ശേഷിയുള്ള 360 ഡിഗ്രി ആക്റ്റീവ് പ്രൊട്ടക്ഷൻ സിസ്റ്റം ഇതിന്റെ പ്രത്യേകതയാണ്. കൂടാതെ ടാങ്കിനുള്ളിലിരുന്ന് തന്നെ പുറംഭാഗം പൂർണ്ണമായും കാണാൻ സാധിക്കുന്ന അത്യാധുനിക സെൻസറുകളും ഡിജിറ്റൽ ഡിസ്പ്ലേ സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന സീ ത്രൂ സാങ്കേതിക വിദ്യയും ഇതിൽ സജ്ജീകരിക്കും. ടാങ്കിലെ ഡ്രോൺ സംവിധാനങ്ങൾ പ്രധാനമായും ഓൺബോർഡ് നെസ്റ്റ് എന്ന പ്രത്യേക സംവിധാനത്തിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. ശത്രുക്കളുടെ സ്ഥാനങ്ങൾ നേരിട്ട് കാണാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഈ ഡ്രോണുകൾ ഉപയോഗിച്ച് ആ പ്രദേശം നിരീക്ഷിക്കാനും ശത്രുക്കളെ കണ്ടെത്താനും ടാങ്കിന്റെ സൈനികർക്ക് സാധിക്കും. നിരീക്ഷണത്തിന് പുറമെ ശത്രു ലക്ഷ്യങ്ങളെ തകർക്കാൻ ശേഷിയുള്ള ഗൈഡഡ് മിസൈലുകളോ ഡ്രോണുകളോ ആയി ഇവ പ്രവർത്തിക്കുന്നു. ഇത് ടാങ്കറിന്റെ പ്രഹരശേഷി ഗണ്യമായി വർദ്ധിപ്പിക്കുന്നു. ഒരേ സമയം ഒന്നിലധികം ലക്ഷ്യങ്ങളെ സ്വയം കണ്ടെത്താനും തകർക്കാനും സഹായിക്കുന്ന ഓട്ടോമേറ്റഡ് ടാർഗറ്റ് ഡിസിഷൻ സംവിധാനം ഇതിന്റെ പ്രത്യേകതയാണ്. 1500 കുതിരശക്തിയുള്ള ശക്തമായ എഞ്ചിനാണ് ഇതിൽ ഉപയോഗിക്കുക. ഇതിനുള്ള എഞ്ചിൻ തദ്ദേശീയമായി വികസിപ്പിക്കുന്ന പദ്ധതി പൂർണ്ണതയിലെത്തിയിട്ടുണ്ട്. ഈ ടാങ്കിന് ഉയർന്ന വേഗതയും ഏത് ഭൂപ്രകൃതിയിലും വേഗത്തിൽ നീങ്ങാനുള്ള ശേഷി നൽകുന്നു. 2026-നും 2027-നും ഇടയിൽ പദ്ധതിയുടെ രൂപരേഖ പൂർത്തിയാക്കാനും നിർമ്മാണ ഏജൻസികളെ തെരഞ്ഞെടുക്കാനും സൈന്യം ലക്ഷ്യമിടുന്നുണ്ട്. ടാങ്കിന്റെ ആദ്യ പ്രോട്ടോടൈപ്പുകൾ 2028-29 കാലയളവിൽ പരീക്ഷണത്തിനായി പുറത്തിറക്കാനാണ് നിലവിലെ തീരുമാനം. ഈ പദ്ധതിക്കായി അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ലഭ്യമാക്കുന്നതിന് ആഗോള കമ്പനികളുമായി സഹകരിക്കാനും ഇന്ത്യ ലക്ഷ്യമിടുന്നുണ്ട്. ഈ പദ്ധതിയുടെ മൊത്തം ചെലവ് ഏകദേശം 57,000 കോടി രൂപ വരുമെന്നാണ് കണക്കാക്കുന്നത്. 2024 സെപ്റ്റംബർ 3-ന് പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ ഈ പദ്ധതിക്ക് പ്രാഥമിക അനുമതി നൽകിയിരുന്നു. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.